ഇന്ത്യയുടെ തെരുവുകൾ, നഗരങ്ങൾ, ഗ്രാമങ്ങൾ എല്ലായിടത്തും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരേ ഒരു കാഴ്ചയായിരുന്നു. മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ച് ചെറുപ്പക്കാർ മുതൽ മുതിർന്നവർ വരെ എല്ലായിടത്തും ചില ഗെയിമുകളുടെ പേരുകൾ കേൾക്കുമായിരുന്നു. ഡ്രീം11, My11 സർക്കിൾ, വിൻസോ, MPL ഇവയെല്ലാം സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇരച്ചു കയറി. ആദ്യം ഇതെല്ലാം ഒരു വിനോദം പോലെ തോന്നിപ്പിച്ചു. ക്രിക്കറ്റിനോടുള്ള ഇന്ത്യക്കാരുടെ അതിരുകളില്ലാത്ത പ്രേമം മുതലെടുത്ത ഈ ആപ്പുകൾ ആളുകളെ അവരുടെ പിടിയിലാക്കി. ഒരു ടീമുണ്ടാക്കൂ, നിങ്ങളുടെ പ്രിയ താരങ്ങളെ തിരഞ്ഞെടുക്കൂ, ജയിച്ചാൽ കോടികൾ നേടാം. ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്ന പരസ്യങ്ങൾ എല്ലാവരുടെയും മനസ്സിനെ കീഴടക്കി. TV-യിൽ, യൂട്യൂബിൽ, സോഷ്യൽ മീഡിയയിൽ, തെരുവ് പോസ്റ്ററുകളിൽ വരെ പ്രശസ്ത താരങ്ങൾ തന്നെ ഇവയുടെ മുഖമായി നിന്നു. വിരാട് കോഹ്ലി, MS ധോണി, രോഹിത് ശർമ്മ പോലുള്ള സൂപ്പർ താരങ്ങൾ ഞാൻ കളിക്കുന്നു, നിങ്ങൾ കളിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരുപാട് പരസ്യങ്ങൾ. തുടക്കത്തിൽ കുറച്ച് രൂപ ചെലവഴിച്ച് തുടങ്ങിയത് ചെറിയൊരു വിനോദം മാത്രമായിരുന്നു. 5 രൂപ, 10 രൂപ, ചിലപ്പോൾ 20 രൂപ. എന്നാൽ മെല്ലെ മെല്ലെ അത് പതിവായി. ജയിച്ചാൽ വലിയ സമ്മാനം കിട്ടുമെന്ന സ്വപ്നം, നഷ്ടപ്പെട്ടാൽ അടുത്ത മത്സരത്തിൽ തിരികെ പിടിക്കാമെന്ന പ്രതീക്ഷ. ഇതാണ് ആളുകളെ കുടുക്കിയ കുരുക്ക്. ഒരിക്കൽ കുടുങ്ങിയാൽ പിന്നെ പുറത്തു വരാൻ സാധിക്കാത്ത രീതിയിൽ ഓരോ കളിയും അടുത്ത കളിയിലേക്ക് ആളുകളെ വലിച്ചു കൊണ്ടുപോയി. ഇതാണ് ചൂതാട്ടത്തിന്റെ മനഃശാസ്ത്രം. മനസ്സിൽ അടുത്തത് ജയിക്കും എന്ന വിചാരം മാത്രം. നഷ്ടം തിരിച്ചു പിടിക്കാൻ കൂടുതൽ പണം ഇടുക, വീണ്ടും നഷ്ടപ്പെടുക, പിന്നെയും ഇടുക. ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ദിവസേന അവരുടെ ചെറിയ ചെറിയ ശമ്പളവും തൊഴിൽ ചെയ്ത് സമ്പാദിച്ച പണവും ചിലപ്പോൾ വീട്ടിൽ കുട്ടികളുടെ പഠനത്തിനായി വെച്ചിരുന്ന പണവും വരെ കളിച്ചു തീർക്കുകയായിരുന്നു. ക്രിക്കറ്റ് ഇന്ത്യയിൽ ഒരു മതം പോലെയാണ്. ഒരു മത്സര ദിവസം മുഴുവൻ രാജ്യം അതുമാത്രം കാണുന്ന അവസ്ഥ. അതുതന്നെയാണ് ഈ കമ്പനികൾ മുതലെടുത്തത്. നിങ്ങളുടെ ടീം ഉണ്ടാക്കൂ, ഇന്ന് നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു ആരാധകനും പിന്നോട്ട് പോകുന്നില്ല. കാരണം അത് വെറും ഗെയിമല്ല, അത് അവരുടെ പ്രിയ താരങ്ങളോടുള്ള ബന്ധമാണ്. എന്നാൽ ഈ ഗെയിമിന്റെ മറവിൽ നടന്നത് വലിയൊരു സാമ്പത്തിക തട്ടിപ്പായിരുന്നു. ചെറിയ പട്ടണങ്ങളിലെ ചായക്കടകളിൽ, തൊഴിലാളികളുടെ ഇടവേളകളിൽ, ഓട്ടോ സ്റ്റാൻഡുകളിൽ, കോളേജ് ഹോസ്റ്റലുകളിൽ എല്ലായിടത്തും ഈ ആപ്പുകളുടെ ചർച്ച. ആരൊക്കെ ഇന്ന് ജയിച്ചു, എത്ര നഷ്ടപ്പെട്ടു, അടുത്ത മത്സരത്തിൽ ആരെ തിരഞ്ഞെടുക്കണം. ക്രിക്കറ്റ് കളി നടക്കുന്നത് മൈതാനത്തായിരുന്നെങ്കിലും കളി നടന്നത് സാധാരണക്കാരന്റെ പോക്കറ്റിലായിരുന്നു. ഒരു മത്സരം കഴിയുമ്പോഴേക്കും ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ പണമാണ് കാറ്റിൽ പറന്നുപോയത്. തുടക്കത്തിൽ ജയിക്കുന്നവർ ഉണ്ടായിരുന്നു. അവർ സോഷ്യൽ മീഡിയയിൽ അവരുടെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചു. ഇന്ന് ഞാൻ 10 രൂപ ചെലവാക്കി 5000 രൂപ നേടി. എന്നാൽ യഥാർത്ഥ ചിത്രം മറ്റൊന്നായിരുന്നു. ജയിച്ചവർ കുറച്ചുപേർ മാത്രം, നഷ്ടപ്പെട്ടവർ ലക്ഷക്കണക്കിന് ആളുകൾ. കമ്പനി നേടിയ ലാഭം അതിശയിപ്പിക്കുന്നതായിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ ഓൺലൈൻ ഗെയിമിംഗ് കമ്പനികൾ വർഷം തോറും 8000 മുതൽ 10,000 കോടി രൂപ വരെ പരസ്യത്തിനും സ്പോൺസർഷിപ്പിനും വേണ്ടി ചെലവഴിച്ചു. അതായത് അവരുടെ വരുമാനം അതിനേക്കാൾ ഇരട്ടിയും 3 ഇരട്ടിയുമായിരിക്കണം. ആ പണമെല്ലാം വന്നത് സാധാരണക്കാരുടെ പോക്കറ്റിൽ നിന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും കാണുക. ഒരു സർക്കാർ ജീവനക്കാരൻ തന്റെ മാസ ശമ്പളത്തിൽ നിന്ന് 2000 രൂപ മാറ്റിവെച്ച് കളിച്ചു. തുടക്കത്തിൽ കുറച്ച് വിജയിച്ചു, പിന്നെ എല്ലാം നഷ്ടമായി. ബാങ്കിൽ നിന്ന് കടം വാങ്ങി, വീണ്ടും കളിച്ചു. കടം തിരിച്ചടക്കാനായില്ല. കുടുംബത്തിൽ കലഹം. പല കഥകളും അങ്ങനെ തന്നെ. ഒരു വിദ്യാർത്ഥി തന്റെ കോളേജ് ഫീസിനായി മാതാപിതാക്കൾ കൊടുത്ത പണം മുഴുവൻ കളിച്ച് നഷ്ടപ്പെടുത്തി. ഒടുവിൽ പഠനം നിർത്തേണ്ടി വന്നു. പലരും ആത്മഹത്യ വരെ ചെയ്തു. യുവാവ് ഓൺലൈൻ ഗെയിമിംഗിൽ പണം നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ അത്ര കേട്ടിട്ടുണ്ട്. അതിനിടയിലാണ് സർക്കാർ ഒടുവിൽ കടുത്ത തീരുമാനമെടുത്തത്. 2025 പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ആക്ട് നിയമമായി. പണം വെച്ചുള്ള ഓൺലൈൻ ഗെയിമുകൾ ഇനി ഇന്ത്യയിൽ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി. പരസ്യം നടത്താൻ പാടില്ല, സ്പോൺസർഷിപ്പുകൾ നൽകാൻ പാടില്ല. നിയമലംഘനം ചെയ്താൽ കനത്ത പിഴയും തടവും. ഇതോടെ മുഴുവൻ ഓൺലൈൻ തട്ടിപ്പ് രംഗവും തകർന്നു വീണു. പുതിയ നിയമപ്രകാരം ഇനി ഇന്ത്യയിലെ എല്ലാ ഓൺലൈൻ ഗെയിമുകളും സർക്കാർ അംഗീകരിച്ച ഒരു സെൽഫ് റെഗുലേറ്ററി ബോഡിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. പണം വെച്ച് കളിക്കുന്ന ചൂതാട്ട സ്വഭാവമുള്ള ഗെയിമുകൾക്ക് ഇനി ഒരിക്കലും അംഗീകാരം ലഭിക്കില്ല. കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് നടത്തുന്ന തെറ്റായ പരസ്യങ്ങളും ഇനി തന്നെ കളിച്ച് കോടീശ്വരനാകാം പോലുള്ള വാഗ്ദാനങ്ങളും നിയമപരമായി കുറ്റകരമായി തീരും. കമ്പനികൾക്ക് അവരുടെ പ്ലാറ്റ്ഫോം സുരക്ഷിതമാണെന്നും സാമ്പത്തിക ഇടപാടുകൾ സുതാര്യവും സുരക്ഷിതമാണെന്നും തെളിയിക്കേണ്ട ബാധ്യതയുണ്ടാകും. സർക്കാർ അംഗീകരിച്ച സെൽഫ് റെഗുലേറ്ററി ബോഡി വഴിയാണ് എല്ലാ പരിശോധനകളും നടക്കുക. എന്നാൽ നിയമം ലംഘിക്കുന്ന കമ്പനികളെ നേരിട്ട് കേന്ദ്ര സർക്കാരിന് തന്നെ നിരോധിക്കാനും കഴിയും. ഇതോടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന റമ്മി, ഫാൻസി ക്രിക്കറ്റ്, തീൻപത്തി പോലുള്ള പണം വെച്ച് കളിക്കുന്ന നിരവധി ആപ്പുകൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വരിക. അതേസമയം സാധാരണക്കാരുടെ പോക്കറ്റ് ഇനി കൂടുതൽ സുരക്ഷിതമാവുകയും കുടുംബജീവിതം തകർന്നു പോകുന്ന കഥകൾ കുറയുകയും ചെയ്യും. എന്നാൽ ഇതിന്റെ മറ്റൊരു വശം ക്രിക്കറ്റ് താരങ്ങൾക്കും മറ്റ് സെലിബ്രിറ്റികൾക്കും വലിയൊരു നഷ്ടം തന്നെയാണ്.
കാരണം ഇത്തരം ഗെയിമുകൾ ഇനി പരസ്യങ്ങളോ സ്പോൺസർഷിപ്പുകളോ നൽകാൻ കഴിയില്ല. എങ്കിലും സമൂഹത്തിന്റെ വലിയൊരു പങ്കിനെ സാമ്പത്തിക നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നുവെന്ന കാര്യം തന്നെ ഈ നിയമത്തെ ചരിത്രപരമായ ഒരു നടപടിയായി മാറ്റുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ നിയമം വന്നതോടെ ഓൺലൈൻ ചൂതാട്ട വ്യവസായത്തിന്റെ സുവർണകാലം അവസാനിക്കുകയും സാധാരണക്കാരുടെ ജീവിതം സുരക്ഷിതമാവുകയും ചെയ്തിരിക്കുന്നു. Dream11 പോലുള്ള ഭീമൻ കമ്പനികൾ ഒരൊറ്റ രാത്രിയിൽ വരുമാനത്തിന്റെ 95% നഷ്ടമായി. വർഷങ്ങളോളം ദേശീയ ടീമിന്റെ ജേഴ്സിയിൽ പതിഞ്ഞിരുന്ന അവരുടെ പേര് പോലും ഇല്ലാതായി. താരങ്ങളുടെ കരാറുകൾ തകർന്നു. BCCIക്കും IPL ടീമുകൾക്കും വലിയ സാമ്പത്തിക ആഘാതമുണ്ടായി. പക്ഷേ സമൂഹം ആശ്വാസത്തോടെ ശ്വസിച്ചു. കാരണം ജനങ്ങളുടെ പോക്കറ്റ് കാലിയായിരുന്ന വഴികൾ ഒടുവിൽ അടഞ്ഞു. അതുവരെ സമൂഹത്തിലുണ്ടായിരുന്ന വ്യാജ പ്രതീക്ഷകളും വിഡ്ഢിത്തരങ്ങളും ഒടുങ്ങി. സാധാരണക്കാരുടെ വീട്ടിൽ ഇനി കുട്ടികളുടെ പഠന ചെലവ്, കുടുംബത്തിന്റെ ജീവിത ചെലവ്, മാതാപിതാക്കളുടെ മരുന്നുകൾ എല്ലാം സുരക്ഷിതമായി. ഇനി ഒരു മത്സരം നടക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്നത് വെറും ആവേശവും കായിക സ്നേഹവുമാവും. ഈ മത്സരം ജയിച്ചാൽ എൻ്റെ അക്കൗണ്ടിൽ 5000 രൂപ വരും എന്ന അസംബന്ധ വിചാരം ഇനിയില്ല. ഈ നിയമം വന്നത് ക്രിക്കറ്റിനും വലിയ തിരിച്ചടിയായിട്ടുണ്ടെങ്കിലും സമൂഹത്തിന് വേണ്ടിയായിരുന്നു. ഒരുപാട് പേരുടെ കണ്ണുനീരും വേദനയും നിറഞ്ഞിരുന്ന ഇടങ്ങളിൽ ഇപ്പോൾ ഒരു ശാന്തത മാത്രം. സർക്കാർ എടുത്ത ഈ ധീരമായ തീരുമാനം ഭാവിയിൽ യുവജനതയെ രക്ഷിക്കും. അവർക്ക് അവരുടെ സമയം, അവരുടെ പണം, അവരുടെ ഭാവി എല്ലാം ക്രിക്കറ്റിന്റെ പേരിൽ നടക്കുന്ന ഒരു ഓൺലൈൻ ചൂതാട്ടത്തിന് അടിമയായി പോകാതെ സംരക്ഷിക്കാനാവും. ക്രിക്കറ്റ് തുടരും, ജനങ്ങളുടെ സ്നേഹവും തുടരും. എന്നാൽ ഇനി അത് കളിയെന്ന നിലയിൽ മാത്രം, ആരുടെയെങ്കിലും പോക്കറ്റ് കാലിയാകുന്ന രീതിയിലല്ല. നിയമം സമൂഹത്തെ സംരക്ഷിച്ചുകൊണ്ട് ക്രിക്കറ്റിനെയും ശുദ്ധീകരിച്ചു. ഇന്നത്തെ നഷ്ടം താരങ്ങൾക്കും ബിസിനസ്സുകാർക്കും ഉണ്ടായാലും അത് സമൂഹത്തിനും രാജ്യത്തിനും വലിയൊരു വിജയമാണ്.